അധ്യായം 13 24 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചെമന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം. ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ്. അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് കുഷ്ഠം തന്നെ. എന്നാൽ രോമം വെളുക്കുകയോ അവിടെ ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം അവനെ പരിശോധിക്കണം. അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് കുഷ്ഠരോഗമാണ്. എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ്. പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്ത് മഞ്ഞ നിറത്തിലുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം. അത് ചിരങ്ങാണ്. തലയിലെയോ താടിയിലെയോ കുഷ്ഠം. പുരോഹിതൻ ചിരങ്ങുള്ളിടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ 7 ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ. ചിരങ്ങ് വ്യാപിക്കുകയും ത്വക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ക്ഷൗരം ചെയ്യണം. ചിരങ്ങുള്ള ഭാഗം ക്ഷൗരം ചെയ്യരുത്. അവനെ 7 ദിവസത്തേക്ക് കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം. 7-ാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് ത്വക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. അവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ. എന്നാൽ ശുദ്ധീകരണത്തിനു ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം. ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ രോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. അവൻ അശുദ്ധനാണ്. പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു. അവൻ ശുദ്ധനാണ്. അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം. ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാണ്ടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. പാണ്ടിന് മങ്ങിയ വെള്ള നിറമാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങാണ്. അവൻ ശുദ്ധിയുള്ളവനാണ്. തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കഷണ്ടിയാണ്, പക്ഷേ അവൻ ശുദ്ധനാണ്. തലയുടെ മുൻഭാഗത്ത് നിന്ന് മുടി കൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റിക്കഷണ്ടിയാണ്. അവൻ ശുദ്ധനാണ്. എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചെമപ്പു കലർന്ന വെളുത്ത പാണ്ടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിലുണ്ടാകുന്ന കുഷ്ഠമാണ്. പുരോഹിതൻ അവനെ പരിശോധിക്കണം. തടിപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചെമപ്പു കലർന്ന വെള്ള നിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ്. അവനെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിനു വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം. കർത്താവിൻ്റെ വചനം.